ഓണം സ്പെഷ്യൽ കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓണം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രീം കളർ ബേസ് ചെയ്തിട്ട് കുറേ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുർത്തീസിൻ്റെ കൂട്ടത്തിൽ ഈ ടൈപ്പ് ഓഫ് സെയിം കോട്ടൺ മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടം വേണമെന്നുള്ളവർക്ക് ബോട്ടവും ദുപ്പട്ടയും കൂടി നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുർത്തീൻ്റെ കൂടെ ഉള്ളതല്ല, ഞാൻ ലാസ്റ്റ് കാണിക്കാം. ബോട്ടവും ദുപ്പട്ടയുമായിട്ട് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് വേണം എന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ആ ഒരു സെയിം പാൻറ്റാണ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പാൻറ്റിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഫൈനലി കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമ്മുടെ ഈ ഒരു കുർത്തിയാണ്, സ്ലിറ്റഡ് കുർത്തിയാണ്. സ്ലിറ്റഡ് കുർത്തിയും അംബ്രല്ല കുർത്തീസും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കിൽ കോട്ടൺ മെറ്റീരിയലാണ്. ഈ കോട്ടൺ മെറ്റീരിയൽ ഫ്രണ്ട് പാർട്ടിൽ ഒരു വൂവൺ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. യോക്കിൽ സീക്വൻ വർക്കും ത്രെഡ് വർക്കും പോകുന്നുണ്ട്. സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പഫ് സ്ലീവ് വന്നിട്ട് സ്ലീവിന് ലൈനിങ് ഇല്ല, നല്ല കുറച്ച് ഇറങ്ങിയ സ്ലീവാണ്. ഞാനതിങ്ങനെ ജസ്റ്റ് മുകളിലോട്ട് കയറ്റി വെച്ചതേ ഉള്ളൂ. ഒരു ബലൂൺ സ്ലീവ് പോലെയാണ്. സ്ലീവാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്യുവർ കോട്ടൺ ആണ്, ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത് വരിക 46 ആണ്. 849 ആണ് ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഈ വെയർ ചെയ്തേക്കുന്ന കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റുള്ള എംബ്രോയ്ഡറി വർക്കുള്ള കുർത്തിയാണ്. നെക്സ്റ്റ് ഐറ്റം കോട്ടണിലുള്ള അനാർക്കലിയാണ്. യോക്കിൽ ചെറിയ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റമാണ്. സീക്വൻ വർക്ക്, ഒരു വി പാറ്റേൺ ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. സ്ലീവെൻറ്റിലും ആ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്കും സീക്വൻ വർക്കും ആണ് വരുന്നത്. സ്ലീവിന് ലൈനിങ് ഇല്ല. യോക്ക് കഴിഞ്ഞാൽ ചെറിയ കലേസാണ്. എൻഡിലായിട്ട് ആ ഒരു ലേസ് ഉണ്ട്. ഇത് ടോപ്പ് മാത്രമാണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 989, മീഡിയം തൊട്ട് XXL ആണ്. പക്ഷേ മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് കുറവാണ്. അപ്പോൾ മീഡിയം നോർമലി എടുക്കുന്നവർ ലാർജ് എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് അതായത് ഈ ഒരു പാർട്ടിൽ കുറച്ച് സൈസ് കുറവായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഒരു സെപ്പറേറ്റ് ദുപ്പട്ടയാണ്. അതായത് ഈ ദുപ്പട്ടയ്ക്കും പാൻറ്റിനും കൂടി റേറ്റ് വരുന്നത് 569, 569 ഈ പാൻറ്റ് സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് വിത്ത് ഡബിൾ പോക്കറ്റാണ്. അതിൻ്റെ കൂടെ ഈ ദുപ്പട്ടയും കൂടി ഉണ്ട്. അതായത് ടോപ്പിൻ്റെ റേറ്റ് വരിക 989, ബോട്ടവും ദുപ്പട്ടയും വേണം എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ റേറ്റ് വരുന്നത് 569 ആണ്. വീണ്ടും അനാർക്കലി തന്നെയാണ് കോട്ടൺ മെറ്റീരിയലിനകത്ത്. ആക്ച്വലി ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് പാനലിൽ മേളിന പാനൽസ് വരുന്നതാണ് കേട്ടോ. റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഈ ഒരു സൈഡിലെ പാനൽസിൽ വീവിങ് പാറ്റേൺ പോകുന്നുണ്ട്. സെൻട്രൽ പാനലിലും വീവിങ് പാറ്റേൺ വന്നിട്ട് എൻഡിലായിട്ടും സിക്സാക്ക്. 3 ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഈ ഒരു പാറ്റേൺ അല്ല നെക്സ്റ്റ് പാനലിൽ വരുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ഓൺ ചെയ്തേക്കുന്നതാണ്. സ്ലീവിലും ആ ഒരു വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. 1509 ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 1509 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. ഇത് ഇത്രയും ഫ്ലെയർ വരുന്ന നല്ല മെറ്റീരിയലാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 4849 ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. മീഡിയത്തിന് പ്രോപ്പർ സൈസ് ഉള്ളതാണ്. മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഐറ്റവും ഒരു എ ലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ്. ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. യോക്കിൽ വരുമ്പം സീക്വൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓഫ് എംബ്രോയ്ഡറി വർക്കും ഉണ്ട്. ഇതിങ്ങനൊരു പൈപ്പിംഗ് പോലെയാണ് ഒരു സീക്വൻ വർക്ക് വന്നേക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ഗ്യാതേർഡ് പ്ലീറ്റ്സ് വരും. പാനൽസിൽ ഇങ്ങനെ സൈഡ് പാനൽസ് ഉണ്ട്. ആ പാനൽസിൽ വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ്. സ്ലീവ്സിന് ലൈനിങ് ഇല്ല. 3/4 സ്ലീവാണ്. 989, 989 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് സൈഡ് സ്ലിറ്റ് വരുന്ന കുർത്തിയാണ്. ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ഒരു സെൽഫ് വീവിങ് പാറ്റേൺ കൂടി പോകുന്നുണ്ട്. നല്ല രസം, ഒരു ബ്രാസോ ലുക്കിലാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നോക്കുമ്പോൾ നമുക്കറിയാം. സറ്റിലായിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് ക്ലോസോ വ്യൂവിൽ ഇതിൻ്റെ ഐറ്റം മനസ്സിലാവും. സ്ലീവ് വരുന്നത് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ഇവിടെ ഒരു പടിയുണ്ട്. അവിടെ ലൈനിങ് ഇല്ല. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഐറ്റമാണ്. സൈഡ് സ്ലിറ്റ് ഉണ്ട്, ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. യോക്കിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. അതിൽ സീക്വൻ വർക്കും ഉണ്ട്. സൈഡിലായിട്ട് ഒരു ത്രെഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ. 849 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുർത്തീസ്. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പാൻറ്റ് ഇതാണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തേക്കുന്ന ആ സെയിം പാൻറ്റാണ്. പാൻറ്റിൻ്റെ ലെങ്ത് വരിക ആങ്കിൾ ലെങ്ത് ആയിട്ട്, അതായത് 38 ആണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന് സൈസ് ഉണ്ട്. മീഡിയം തൊട്ട് XXL വരെ ഈ ഒരു പാൻറ്റ് അവൈലബിൾ ആണ്. ഞാൻ വേറെ ചെയ്തേക്കുന്നത് മീഡിയമാണ്. സൈഡ് പോക്കറ്റ്സ് ഉള്ള പാൻറ്റാണ്. ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. അതായത് നമുക്കിപ്പം ഓണത്തിൻ്റെ ആ ഒരു സ്റ്റൈലിൽ മാത്രമല്ല, അല്ലാതെയും നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യാവുന്നതാണ്. 569, 569 ആണ്. ഈ പാൻറ്റിൻ്റെ കൂടെ തന്നെ
ഈ ദുപ്പട്ടയും കൂടി ഉണ്ട്. ദുപ്പട്ടയ്ക്കും ഇങ്ങനെ ലേസ് കൊടുക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ പാൻറ്റിൻ്റെയും ദുപ്പട്ടയും കൂടെ റേറ്റാണ് 569. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ സൈസ് കൂടി പറഞ്ഞാൽ മതി. ഞാൻ മീഡിയമാണ് ഈ ഒരു പാൻറ്റ് വെയർ ചെയ്തേക്കുന്നത്. ദുപ്പട്ട ദാ ഇങ്ങനെ വരും. 2 സൈഡിലും ആ ഒരു ലേസും കൂടി കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ്. സെയിം ആ ഒരു കേരള ക്രീം കളറിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള ഓണം സ്പെഷ്യൽ സ്റ്റൈലിൽ വന്നേക്കുന്ന കളക്ഷൻസ്. ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്